ചിലപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ദേഷ്യവും തോന്നിയിട്ടുണ്ട് സന്തോഷം. ഉള്ള കാര്യം തുറന്ന് പറയണമല്ലോ. എന്നിട്ട് അത് അതിന്റെ ഇപ്പം ജോർജങ്ങൾ അതിന്റെ കറക്റ്റ് അഭിപ്രായം പറഞ്ഞു. കോമാളിയാകാൻ ശ്രമിക്കരുത്. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരെന്നൊന്നും ഞാൻ നോക്കൂല. അവര് നിങ്ങളെ ഒരു ഓണാഘോഷ പരിപാടിയിൽ വേദി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായ ഒരു കാര്യമല്ല. ആണോ? ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയിട്ട് ഇനി നിങ്ങൾ കോമാളി ആവേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. കൂടുതൽ അഭ്യാസം എന്റെ അടുത്ത് കാണിച്ചാണല്ലോ. ഞാൻ നല്ല പുളിച്ച തെറി വിളിച്ചു പറയും. നല്ല നല്ല കാര്യങ്ങൾ, വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്. എല്ലാം ഇതിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് പറയുമായിരുന്നു, എന്ത് നല്ല അർത്ഥമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. ഇവരെല്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ് എനിക്ക് മനസ്സിലായി. കുറച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറി അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് ഉദ്ദേശം. നീ അങ്ങനെ പറയൂ. കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ് എനിക്ക് മനസ്സിലായി. കുറച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ പെരുമാറി അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് ഉദ്ദേശം. ചെറിയ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികൾക്ക് ഈ കുറച്ച് കയ്പുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ഈ കയ്പ് കൊടുത്തതിന് ശേഷം മധുരം കൊടുക്കും. ആ മധുരം കൊടുക്കുന്നതാണ് അതിന്റെ കീ. അത് കൊടുത്തില്ലേ ആ കുട്ടികൾ അത് കാണൂല. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്താ സംശയം മാറിയോ? പോലെ ഇങ്ങനത്തെ ലേശം കോപ്പറയൊക്കെ കാണിക്കുന്ന ഇത് കാണാൻ കുറെ ആളുകളുണ്ട്. അല്ലാണ്ട് ഞാൻ വളരെ മസിൽ പിടിച്ച് മേഡം എനിക്കത് അറിയാഞ്ഞിട്ടില്ല. ഞാൻ വളരെ മസിൽ പിടിച്ചൊക്കെ എനിക്ക് സംസാരിക്കാറില്ല. പക്ഷെ അങ്ങനെയാകുമ്പോൾ മേഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഗൂഗിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന പേരാണ് സന്തോഷ് പണ്ഡിറ്റ്. 3 ലക്ഷം ആൾക്കാർ ഇത് കാണുന്നത്. നിങ്ങളിപ്പോ മഴ വേണ്ടാറും ഓക്കെ, ഇതിൽ എത്ര പേര് കാണുന്നു അതിൽ ഉറപ്പിച്ച് എഴുതി ഒപ്പിട്ട് തരാം. അതിലും കൂടുതൽ ആൾക്കാർ ഇന്റർനെറ്റിൽ കാണും. അതാണ് സന്തോഷ് പണ്ഡിറ്റ്. നിർത്തി അവമാനിക്കുവാണെന്ന്. അപ്പൊ അവരെ കൂടെ കയ്യിലെടുക്കണമെങ്കിൽ അത്യാവശ്യം അല്ലറ ചില്ലറ നമ്പറൊക്കെ വെച്ചിട്ട് മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അച്ഛനെ ആ ഒരു പൊസിഷനിൽ കാണാനല്ലേ ഏത് കുട്ടി ആഗ്രഹിക്കും. തീർച്ചയായിട്ടും എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നത്. മറ്റുള്ളവർ ചിന്തിക്കുന്നതൊക്കെ പോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവര്, നമ്മുടെ കുട്ടികൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഇതൊക്കെ പറയാൻ വാസണം വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാ പോരായിരുന്ന? അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണമെന്ന് ആഗ്രഹിക്കത്തില്ലേ? പക്ഷെ മേഡം ഞാൻ ഇതിലൊരു ചെറിയ സംവാദമല്ല എന്നാലും ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഈ നല്ലത് ചീത്ത എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, എനിക്ക് പലപ്പോഴും ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ മേഡത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് അങ്ങനെ ആവണം, വ്യത്യസ്ത ആവാൻ വേണ്ടിട്ട് തന്നെ സന്തോഷം ചെയ്യുന്നതാണോ? ചെറിയൊരു ഡിഫറൻസ് അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ് വേണം എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നതാണ്. എന്താ രാമ ഞാൻ ഈ കേക്കണേ? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ചെയ്യുന്നു. പക്ഷെ എനിക്കറിയാം അത് തുടക്കം. അതാ ഞാൻ മേഡത്തോണ്ട് നിങ്ങൾ ഞാൻ എന്താണോ പറയുന്നത്, ഒരു 4 സിനിമ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ദൈവമേ വടിയായ അളിയാ. ഇപ്പൊ തന്നെ മേഡം എനിക്ക് ഇതിനെ എതിർക്കുന്നവരുടെ എണ്ണം കുറഞ്ഞില്ലേ? മേഡം ഇത് 3 ഇപ്പൊ മിനിമോന്റെ അച്ഛൻ വന്നു, 4ാമത്തെ സിനിമ വന്നു. മേഡം നോക്കിക്കോളും. എല്ലാം പറയും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞാണ് ശരി. ഇത്രയും നാളും ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാണകക്കുഴിയായിരുന്നു. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്തനം പറയണ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് ഒരു മണ്ടനാണ്. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. അല്ലെങ്കിൽ ബോധപൂർവം മണ്ടൻ ചമഞ്ഞ് ബാക്കിയുള്ളവരെ മണ്ടരാക്കുകയാണ്. രാജു, if you don't mind, leave it. I'll also leave it. നമുക്ക് ഒരുപാട് സിനിമയ്ക്ക് 100, 125, 150 കൊല്ലത്തെ ചരിത്രം നമ്മളിപ്പോ പറയുന്നു. നമ്മുടെ ചരിത്രം പറയുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇത്രയും ചരിത്രത്തിൽ കൂടെ കടന്നു വന്ന മഹാന്മാരായ ആൾക്കാരില്ലേ, അവര് എന്താ ചെയ്തതെന്ന് ഒന്ന് മനസ്സിലാക്കണ്ട. തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. അങ്ങനെ പറയുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വരും. ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നു 18 വർഷം പഠിക്കണം, 20 വർഷം പഠിക്കണം. സാറേ ഇത്രയൊക്കെ പഠിച്ചിട്ട് 95% പൊട്ടി നാറുകയാണല്ലോ സാറേ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അല്ല ഇത്രയൊക്കെ പഠിച്ച സംവിധായകരുടെ സിനിമയുടെ 95% പൊട്ടി നാറുകയാണല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവുന്നു. കിട്ടിയല്ലോ. ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് ഞാൻ പറയട്ടെ സാർ, ഇവിടെ ഇപ്പൊ മലയാള സിനിമ പ്രതിസന്ധി എന്താണ് സാർ പ്രതിസന്ധി? അല്ല ഇപ്പൊ തന്നെ ന്യൂ ജനറേഷൻ സിനിമ എന്താണ് സാർ? ന്യൂ ജനറേഷൻ സിനിമ ഇത്രയും കാലം സെക്സ് പടം കാണുമ്പോൾ കണ്ണു പൊത്തിയാൽ മതി. ഇപ്പൊ ചെവിടും പത്തണ്ടേ സാർ? ഒരു കുടുംബ സമയത്ത് സിനിമ കാണാൻ പറ്റുമോ? നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. സന്തോഷായി, നല്ല സന്തോഷമായി. അല്ല നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചാലല്ലോ ആവുന്നു. ഒരു കുടുംബ സമയത്ത് സിനിമ കാണാൻ പറ്റുമോ? ഞാനുണ്ട് നിന്റെ കൂടെ.
സാറ് പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ എടുക്കാതെ. സാർ പറഞ്ഞു തെറ്റാണ്, ഒന്നും വിചാരിക്കരുത്. എക്സ്പീരിയൻസ് കൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ അവിടെ പലരും നടത്തും. ഞാൻ പോണു. ഇയാളോടൊന്ന് വർത്തമാനം പറയാം. എന്തിനാ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ചോദിക്കണം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന കലേനെ ഒരിക്കലും കൊല ചെയ്യരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പോലും പൈസ മേടിക്കാതെ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അതിനെ സക്സസ് ആക്കണം എന്ന് ശ്രമിക്കുന്നു. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ശരിക്കും സന്തോഷത്തോട് സംസാരിക്കുമ്പോൾ അത് ട്രൂലി ബിസിനസ് ആയിട്ട് കലേനെ കൊല ചെയ്യല്ലേ ചെയ്തു. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ കിട്ടുന്ന പൈസ പകുതി നിങ്ങൾ കൊടുക്കാറില്ല, സന്തോഷ് പണ്ഡിറ്റ് കൊടുക്കാറുണ്ട്. മനസ്സിലായില്ല, എങ്ങനെ? മനസ്സിലാക്കി തരാം. സന്തോഷ് പണ്ഡിറ്റിന് ഒരു 10 ലക്ഷമാണ് കിട്ടുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. നീ വലിയവനാടാ. ഇങ്ങനെ ഞങ്ങൾ കലയെ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവര് ടിക്കറ്റ് വെച്ചാണ് തിയേറ്ററിൽ ജനങ്ങളെ കാണിക്കുന്നത്. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞങ്ങൾ കലയെ ഇത്രയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞവർ ഇത്ര കോടിയും ലക്ഷം വാങ്ങിച്ചിട്ടാ ചെയ്യുന്നത്. പറയുമ്പോ മുഴുവൻ പറയണം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കലയെ ഇഷ്ടപ്പെട്ടു, അത് എവിടെയാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിക്കാം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. പിന്നെ 10 ഗുണം 10 ഗുണം അത്യാവശ്യം നല്ലൊരു അച്ഛനെ ജനിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞാൽ താങ്കൾ അച്ഛനൊരു കലാകാരനായിരിക്കണം, അല്ലെ? കലയെ കലാകാരനായിരുന്നു. 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 10 ഗുണം എന്താണ്? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നീ ഇപ്പൊ 12 ഒരുത്തനായിരിക്കുന്നു, ഞാൻ 1-ാമനായിരിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റിന്റെ താങ്കൾ നിങ്ങൾ ചേട്ടാനൊക്കെയാണ്, നിങ്ങളെക്കാളും മുതിർന്ന വ്യക്തിയാണ്, അദ്ദേഹം ചേട്ടാനാണ് വിളിക്കുന്നത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ. അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടി കിട്ടുന്നത്. നിങ്ങൾ എന്തുള്ള തിരിച്ച് എടാ പോടാ നീ വിളിക്കുന്നത്? ഇങ്ങനെ സാറേന്ന് വിളിച്ചില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഓസ്കാർ അവിടെ വേണ്ടി എല്ലാം കഴിഞ്ഞവരാണ്. എനിക്ക് ഒരു കഴിവില്ലാത്തവരാണ്. സ്വർണ്ണാണ് ഇത് കുപ്പയിട്ടാലും തിളങ്ങും. നിങ്ങളൊന്നും ഒരിക്കലും നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. നിങ്ങൾക്ക് ഒരുപാട് എന്നെക്കാട്ടി കഴിവുണ്ടാവാം, ഞാൻ എല്ലാം പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ മരിക്കുന്ന വരും എന്റെ 100-ലൊന്നും പോലും എത്തില്ല. ഞാനിത് കേൾക്കേണ്ടവനാ. നീ ഇത് കേൾക്കണം തന്നെയാണ്. കണ്ടിട്ടുണ്ട്. നമ്മുടെ തല കണ്ടിട്ടാണ് നിന്റെ തല. നമ്മുടെ തല കണ്ടിട്ടാണ് നിന്റെ തല. ഞാൻ ചിരിച്ചു പോയനെ. മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സൗഹൃദം സൗഹൃദം ഇവനുമായിട്ടോ ഇറങ്ങി പോടാ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ.